തീർച്ചയായും കമ്മ്യൂണിസത്തോട് വിയോജിക്കുന്നുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ രചനാത്മകത കുറ്റത്തെയും കുറ്റവാളിയെയും വേറിട്ട് കാണും. മാർക്സിസ്റ്റ് പാർട്ടിയോട് അല്ലെങ്കിൽ മാർക്സിസത്തോട് വിയോജിപ്പുള്ളപ്പോൾ പോലും കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ മാർക്സിസ്റ്റുകാരുമായി ആരോഗ്യകരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നില്ല. പരിപാടിയെ സമാപിക്കുന്നുള്ളൂ. നമ്മുടെ സംവാദം ഇനിയും തുടരും. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം. സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി അടുത്ത കാലത്തായി വളരെയേറെ ദുഷിച്ചു പോയിട്ടുണ്ട്, പിഴച്ചു പോയിട്ടുണ്ട്. എ കെ ഗോപാലിനെ പോലെയുള്ള ആളുകൾ പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ എതിർവശത്ത് ആർജവത്തോടെ എഴുന്നേറ്റിരുന്ന എ കെ ജിയെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പാർട്ടി ഇന്നെന്തോ ആയി മാറിയിരിക്കുന്നു, വളരെ ദുഷിച്ചിരിക്കുന്നു. അതിന് തെളിവാണ് അവർക്ക് പാർലമെന്റിൽ അന്നുണ്ടായിരുന്ന സീറ്റും ഇന്നുണ്ടായിരുന്ന സീറ്റും. അത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. പക്ഷെ തങ്ങളുടെ പരാജയം മറച്ചു വെക്കാൻ വെറുതെ മറ്റാരുടെയെങ്കിലും പേരിൽ സൗകര്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ കുതിര കയറുകയാണ്. ഈ കുതിര കയറ്റം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നാശത്തിലാണ് കലാശിക്കുക. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി നശിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നില്ല. ഈ ബഹുസ്വര സമൂഹത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും ന്യായമായി ഒരിടമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഏതായാലും ഈ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന സദസ്സിനോട് കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലവരായ മാർക്സിസ്റ്റ് സുഹൃത്തുക്കളുമായി പ്രദേശങ്ങളിൽ നിങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ സംവാദം നടത്തണം, ആശയവിനിമയം നടത്തണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നാശത്തെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാടുകളെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്നവർ ധരിപ്പിക്കുക. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പിടി നേതാക്കന്മാരുടെ തെറ്റായ നയനിലപാടുകളുടെ കീഴിൽ ഒതുങ്ങിക്കിടക്കുക. അതവർ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ നിഷ്പക്ഷമായി രംഗം നിരീക്ഷിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. മാർക്സിസ്റ്റ് നേതൃത്വം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇന്ന് മുതലാളിമാരുടെ അരമനകളിലാണ് അടയിരിക്കുന്നത്. വർഗസംഘടന എന്തായിരുന്നു അവരുടെ പ്രത്യയശാസ്ത്ര നിലപാട്? വർഗസംഘടനത്തിന് മുതലാളി തൊഴിലാളി